ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതുപോലുള്ള നല്ല തണൽ മരങ്ങൾ നമ്മുടെ നഗരമധ്യത്തിൽ വളർത്തുകയാണെങ്കിൽ തണൽ മാത്രമല്ല, അന്തരീക്ഷം തന്നെ ഒരു മലിനമുക്തമാവുകയും നല്ല ശുദ്ധമായി ശ്വസിക്കുകയും ചെയ്യാം. ഇതുപോലുള്ള കുറേയധികം തണൽ മരങ്ങളുണ്ട്. അവയെ പരമാവധി ഒറ്റത്തടിയിൽ തന്നെ വളർത്തി പരിസരം സുന്ദരമാക്കുകയും സൗന്ദര്യമുള്ളവാക്കുകയും വൃത്തിയുള്ളവാക്കുകയും ചെയ്യുകയാണ് ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ടത്. അതിനാൽ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. എല്ലാ തലങ്ങളിലും ആൾക്കാർ ഇതിനെ ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, സർക്കാർ എല്ലാം ഒരു സംഘടന ഉണ്ടാക്കി വളണ്ടിയർ എല്ലാമായിട്ടും നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ്. പരമാവധി ഒറ്റത്തടി തന്നെ വളർത്തുന്നതാണ് കൂടുതൽ ഭംഗി. ഈ മരം തണൽ മാത്രമല്ല, പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന വായു മലിനീകരണം പല ഡിഫക്റ്റുകളും ഇത് തടയുന്നു. കൂടാതെ ആ ടൗണിന് തന്നെ ഒരു മനോഹാരിത ഉണ്ടാക്കുന്നു. ഇതുപോലുള്ള പച്ചപ്പ് നമ്മുടെ നാട്ടിൽ തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതിൽ ജീവിക്കുന്ന നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് കരുതാം. ഇത് തണൽ നൽകുന്നതിന് മുമ്പ് നാടിന് സൗന്ദര്യവും ബ്യൂട്ടിയും ഉണ്ടാകുന്നു ഉറപ്പ് തന്നെയാണ്. ഇത് അത്യാവശ്യം തന്നെ നല്ല പ്രായമുള്ള ഒരു മരം തന്നെയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ മരം പെട്ടെന്ന് മുറിച്ച് മാറ്റേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു മുറിച്ച് മാറ്റിയാൽ പല പഴമക്കാർ പറയുന്ന പോലെ ഒരു മരം മുറിച്ചാൽ 10 മരം നടണം എന്നൊക്കെ ചൊല്ലുണ്ട്. പക്ഷേ അത്ര നട്ടില്ലെങ്കിലും ഒരു മരം വെച്ചാൽ വേറെ മരമെങ്കിലും മറ്റുള്ള സ്ഥലങ്ങൾ വളർത്തിയെടുക്കണം. അതിനുപരിയായി അപ്പോൾ തന്നെ ഒരു വികസനം സന്തുലനാവസ്ഥയും എല്ലാം ഒരു തുല്യമാവുള്ളൂ. ജനങ്ങളുടെ സന്തോഷമാണ് ഇവിടുത്തെ ജനങ്ങളുടെ വലിയ സമാധാനം. അതിന് ഇതുപോലുള്ളവയും അത്യാവശ്യമാണ്. ശുദ്ധവായു അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഓരോ നഗരങ്ങളും വായു മലിനീകരണം കൊണ്ട് ശ്വാസം മുട്ടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇതുപോലുള്ളവ ഇനി എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് നമുക്കിനി വേണ്ടത്. നമ്മുടെ ഓരോ നഗരവും വാഹനങ്ങൾ മുട്ടി വിയർക്കുകയാണ്. അതിൽ നമ്മൾ മനുഷ്യർ ഇങ്ങനെ ജീവിക്കുകയാണ്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇതുപോലുള്ള കുറേ സ്ഥലങ്ങളിൽ നട്ട് വളർത്തിയെടുക്കുകയാണ് ഏതൊക്കെ പോകാൻ വഴി. ഓക്കെ, താങ്ക് യു.